ഹായ് ഫ്രണ്ട്സ്, ഫോറക്സ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആൽഫ ക്യാപിറ്റൽ ഗ്രൂപ്പിൻ്റെ എഗ്രിമെൻറ്റ് സൈനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ എഗ്രിമെൻറ്റ് സൈനിങ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് digisigner.com എന്നുള്ള സൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. digisigner.com എന്ന് പറഞ്ഞ സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഗൂഗിൾ സൈൻ ഇന്നോ അല്ലെങ്കിൽ സൈനപ്പോ ചെയ്യാം. അത് നമ്മുടെ കയ്യിലുള്ള സെയിം ജിമെയിൽ ഐ ഡി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ ഓൾറെഡി രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടേക്കാണ്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഫസ്റ്റ് ടൈം എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്യുക. അതിനുശേഷം ആൽഫ ക്യാപിറ്റലിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് മൈ പ്രൊഫൈലിൽ വെരിഫിക്കേഷനിൽ വരിക. അവിടെ ഓൾറെഡി നമ്മുടെ VKYC കഴിഞ്ഞിട്ടുണ്ടാവും. VKYC കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഓപ്ഷൻ വരിക. അവിടെ സൈൻ ഇൻ ഉണ്ടാവും. സൈൻ ഇൻ കൊടുക്കുക. അപ്പോൾ നേരെ നമ്മുടെ digisigner.comൻ്റെ സൈറ്റിലേക്ക് പോകും. അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഓരോന്നും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അത് ടിക്ക് ഇട്ടിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ്, നമ്മുടെ ഇമെയിൽ ഐ ഡി, പേര് എല്ലാം കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ദെൻ നമ്മുടെ അക്കൗണ്ട് സൈസ് അതെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. മാറിപ്പോകരുത്. മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേ ഔട്ടിൽ പ്രശ്നം വരും. വീണ്ടും എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യേണ്ടി വരും. കുറേ ലാഗ് വരും. അപ്പോൾ നമ്മൾ 1 lakhൻ്റെ ആണ്, നമ്മളത് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ സിഗ്നേച്ചർ സെക്ഷനിലേക്ക് വരികയാണ്. അപ്പോൾ സിഗ്നേച്ചർ സെക്ഷനിലും നമ്മൾ ആ ഡേറ്റ് നോക്കുക, പേര് നോക്കുക, സിഗ്നേച്ചർ സെലക്ട് ചെയ്യുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള സിഗ്നേച്ചർ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഈ ഏറ്റവും സിമ്പിളായിട്ടുള്ള സിഗ്നേച്ചർ നോക്കി സെലക്ട് ചെയ്തു. സൈൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ അവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഡൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സൈൻ ഇൻ പ്രോസസ്സ് അതോടുകൂടി കംപ്ലീറ്റ് ആവും. അതിനുശേഷം റീഡയറക്റ്റ് നേരെ ആൽഫ ക്യാപിറ്റലിൻ്റെ പേജിലേക്കാണ് പോവുക. ഓക്കെ, നമ്മുടെ സൈൻ ഇൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ദെൻ വീണ്ടും നമ്മൾ ആ വെരിഫിക്കേഷൻ സെക്ഷനിൽ പോകുമ്പോൾ അവിടെ സൈൻ ഇൻ്റെ ഓപ്ഷൻ മാറിയിട്ടുണ്ട്. അതായത് സംഭവം കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് നമുക്ക് ഈ പേ ഔട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലാഗ് വന്നു കഴിഞ്ഞാൽ ആൽഫ ക്യാപിറ്റലിൻ്റെ ഡിസ്കോഡിൽ പോയിട്ട് നമുക്ക് സപ്പോർട്ടിൽ ടിക്കറ്റ് ഇടുക. ലൈവ് സപ്പോർട്ട്, പേ ഔട്ട്, അക്കൗണ്ട് റിവ്യൂ. അപ്പോൾ അതിൽ നമുക്ക് പേ ഔട്ടാണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ പേ ഔട്ടുമായിട്ട് ബന്ധപ്പെട്ട് ടിക്കറ്റ് ഇടുക. ടിക്കറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ അവരോട് ചാറ്റ് ചെയ്യുകയും തുടർന്ന് നമ്മുടെ പേ ഔട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടത്താൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് അക്കൗണ്ടിൽ എനിക്ക് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവധിയും എല്ലാം വന്നപ്പോഴത്തേക്കിനും ഒരു 5 days ഗ്യാപ്പ് വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്കൊരു ടിക്കറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് ഇടാൻ ഡിസ്കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. നല്ല സപ്പോർട്ടാണ് അവർ തരുന്നത്. പേ ഔട്ടും വലിയ പ്രശ്നമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇനിയും ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.